ഇസ്രായേലിനെതിരെ ഐക്യപ്പെടണമെന്ന് സൗദി അറേബ്യ. ഇതാദ്യമായിട്ടാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂലപരമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന നിലപാട് വരുന്നത്. ഇത് ഇറാന്റെ ഒരു സൃഷ്ടിയാണ്. ഇറാനാണ് മുമ്പേ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ കൃത്യമായിരിക്കും നമ്മുടെ ശത്രു രാജ്യമാണ്. ആ ശത്രു രാജ്യത്തെ ഒറ്റപ്പെടുത്തണമെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം. 55-ലധികം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് അവർ ഏകോപനത്തോട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാത്തതാണ് ഇസ്രായേൽ അനുദിനം ഗസയെ അല്ലെങ്കിൽ പാലസ്തീനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. നമ്മൾക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നില്ല. അവർ ഭീകരരാജ്യമാണെന്ന് പറയുന്നില്ല. ആയതിനാൽ ഐക്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനെതിരെ സംയുക്തമായ രീതിയിൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് 4-ലധികം ഉച്ചകോടിയിൽ ഇറാന്റെ പ്രതിനിധി കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ്. അത് ജിദ്ദയിൽ നടന്ന 2 ഉച്ചകോടിയിലും ഇവിടെ റിയാദിൽ നടന്ന 1 ഉച്ചകോടിയിലും ഈ നിലപാട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ മീറ്റിംഗിലും കാപ്പി കുടിച്ച് പിരിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഇറാന്റെ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പ്രസംഗം നടത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അന്ന് ഇറാന്റെ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി. അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം സൗദി അറേബ്യ സന്ദർശിക്കുന്ന ഇറാന്റെ പ്രസിഡന്റ് എന്ന ഒരു പ്രത്യേകത കൂടി ഇബ്രാഹിം റൈസിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലപാടിന് ശേഷം ഓരോരോ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് പിരിയുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. കാര്യങ്ങൾ നടന്നിട്ടില്ല. കാര്യങ്ങൾ ഇറാന്റെ ഷിയ വിഭാഗങ്ങളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടേയിരുന്നത്. അതിന്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്തു. മരണം 40,000-ലധികം കടന്നു. അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് സ്ത്രീകളും കുട്ടികളാണെന്ന് UN സഭ തന്നെ റിപ്പോർട്ട് ചെയ്തു. വംശീയ ഉന്മൂലനം, വംശീയ ഹത്യയും മാത്രമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ നടക്കുന്നത് എന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ നൽകപ്പെട്ട പരാതിയിൽ കൃത്യമായി തന്നെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറയാനുള്ള കാരണം യുദ്ധം തുടങ്ങുന്നതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഗസയിൽ ആളില്ലാത്ത ദ്വീപാക്കി മാറ്റും, അവിടെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ നിലപാടല്ല, വ്യക്തിപരമായിരിക്കുന്ന നിലപാടാണ് എന്ന് ഇസ്രായേൽ അതിനെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ ലോക ക്രിമിനൽ കോടതി അത് ശരിവെച്ചിട്ടില്ല. ആ നിലപാട് തന്നെയാണ് പിന്തുടർന്നത്. കാരണം അത്രയും ആളുകൾ ഓരോരോ ദിവസം മരണപ്പെട്ടു പോകുന്നു എന്നുള്ള കൃത്യമായിരിക്കുന്ന കണക്ക് UN സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ UN സഭയിലുള്ള രേഖ പ്രകാരമാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുകൾ പറയാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ മാത്രമല്ല, ആ അറേബ്യൻ രാജ്യങ്ങളൊന്നും, അത് സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇവരൊന്നും യഥാർത്ഥത്തിൽ ആ സമയത്തൊന്നും വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പിന്നോക്കം പോവുകയാണ്. പലസ്തീൻ സ്വതന്ത്രമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഇസ്രായേൽ തങ്ങളുടെ ശത്രുപക്ഷമായിരിക്കുന്ന രാജ്യമാണ്, അതൊരു ഭീകര രാജ്യമാണ്, അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേലിനെതിരെ ഞങ്ങൾ പലസ്തീനോടൊപ്പം യുദ്ധം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചേർന്ന് നിൽക്കും എന്നൊരു നിലപാട് ഉറക്കം പറയാൻ വേണ്ടി ഒരു രാജ്യം തയ്യാറായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അത് ഇറാൻ മാത്രമാണ് പറഞ്ഞത്. അതിന്റെ പിന്നീട് അതിനുശേഷം ഒരുപാട് സംഭവങ്ങളുടെ ഒരുപാട് മരണം പലസ്തീനിൽ റിപ്പോർട്ട് ചെയ്തു. അതിനിടയിൽ തന്നെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു, വിദേശകാര്യ മന്ത്രി കൊല്ലപ്പെട്ടു. അങ്ങനെ കുറെ വിഷയങ്ങൾ അതിന് തുടർച്ചയുണ്ടായി. പിന്നീട് ഇറാനിൽ വെച്ച് പലസ്തീന്റെ നേതാവ് കൊല്ലപ്പെട്ട വിഷയമുണ്ടായി. കൊല്ലപ്പെട്ടത് ഇസ്രായേലാണ് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിന്റെ സ്ഥിരീകരണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു അപകട മരണം തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചതായിട്ട് തെളിവടിസ്ഥാനത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് അവർ സ്ഥിരീകരിച്ചു. എന്നാലും അതിലൊരു സംശയത്തിന്റെ ഒരു മുൾമുന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞു. ഇത് പിന്നീട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമാധാന കരാറിന്റെ ചർച്ചകൾ പല കുറിയായിട്ട് ഖത്തറിൽ വെച്ചും ഈജിപ്തിൽ വെച്ചും അമേരിക്കയിൽ വെച്ചും ഒക്കെ നടന്നു. ഈ നടന്നതിലൊന്നും ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു നേതാവ് ഈ മീറ്റിംഗിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോ
ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി രൂപം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കക്ഷികളും പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. മുമ്പൊക്കെ ഇസ്രായേലിന്റെ ആളുകളായിരുന്നു പങ്കെടുക്കാതിരുന്നത്. ഇപ്പൊ ഇസ്രായേലിന്റെ പ്രതികൾ ഉണ്ടാവാറുണ്ട്, ഹമാസിന്റെ പ്രതികൾ ഉണ്ടാവാറില്ല. അവിടെ കൃത്യമായിരിക്കുന്ന യുദ്ധ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, മരണസംഖ്യ കൂടുന്നുണ്ട്, തകരാത്ത ബിൽഡിംഗ് ഗസയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഒരു അന്താരാഷ്ട്ര മീഡിയ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്താരാഷ്ട്ര മീഡിയകളും അതേപോലെ തന്നെ UN സഭയുടെ സഹായ സംഘങ്ങളൊക്കെ ഇപ്പോഴും ഗസയുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പോകുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് പുറത്തു വിടുന്നുണ്ട്. അതിൽ തകരാത്ത ഒരു ബിൽഡിംഗ് പോലും എവിടെയും കണ്ടിട്ടില്ല. മരുഭൂമിയിലെ ശ്മശാന മൂകത പോലെയാണ് ഗസയുടെ ഭാഗങ്ങൾ ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ മരിച്ചവരും മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുമായിരിക്കുന്ന സമൂഹത്തെ അല്ലാതെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ബിൽഡിംഗ് പോലും ഇല്ലാത്ത വിധം ആ ദേശത്തെ നിലം പരിശാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്നൊക്കെയാണ് അവിടുത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ സമയത്തൊന്നും മൗനം പാലിച്ചതാണ് അറബ് രാജ്യങ്ങൾ. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. ആ സമയത്തൊക്കെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനത്തിലാണ്, അവർ പ്രത്യേകപരമായിരിക്കുന്ന അഭിപ്രായ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ സൗദി അറേബ്യ പറയുന്നു നമ്മൾ ഐക്യപ്പെടണം, നമ്മൾ ചേർന്ന് നിൽക്കണം, ഇസ്രായേലിനെതിരെ നമ്മൾ സംഘടിക്കേണ്ട സാഹചര്യങ്ങൾ അനിവാര്യമായിരിക്കുന്നു എന്ന തരത്തിൽ മുമ്പ് ഇറാൻ പറഞ്ഞത് എന്താണോ ആ ഇറാൻ പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് സൗദി അറേബ്യ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കുന്നു ഈ മാറ്റം എന്നുള്ളതും ഏത് തരത്തിലായിരിക്കും ഇനി മുന്നേറുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു സൂചന പോലും ആ റിപ്പോർട്ടിന്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അഭിപ്രായത്തിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. ഇത് യുദ്ധത്തൊന്നും അങ്ങനെ ഒരുപാട് നീണ്ടുപോകുന്നില്ല, അത് പെട്ടെന്ന് അവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആരാണോ ശത്രുപക്ഷത്ത് ആ ശത്രുപക്ഷത്തുള്ള വിഭാഗത്തെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുമെന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ 10 മാസം കഴിഞ്ഞ് 11ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നല്ല, യുദ്ധം ഇപ്പോഴും അവിടെ തുടരുന്നു. അതിനപ്പുറമായ രീതിയിൽ നേർക്കുനേരെ അമേരിക്കയും ബ്രിട്ടനും യുദ്ധം ചെയ്തത് ഈ ഹൂത്തി വിഭാഗത്തോടാണ്, ചെങ്കടലിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ യമൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അമേരിക്കയുടെ സൈന്യത്തിനും ഈ ബ്രിട്ടന്റെ സൈന്യത്തിനും ഉണ്ടായിരിക്കുന്നത്. അവരിപ്പോഴും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വലിയ ഒരു യൂറോപ്യൻ കപ്പലിന് അവര് മിസൈൽ പായിച്ചു. ആ യൂറോപ്യൻ കപ്പൽ തീപിടിച്ചതിന്റെ പുകയും അതിന്റെ നാശങ്ങളും കടലിന്റെ അകത്ത് ഉണ്ടാകുന്നത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകും എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം ആ കപ്പൽ മുഴുവൻ കത്തിപ്പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അത് പെട്രോളിയം വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ തീ പിടിച്ചാൽ അത് തീ കെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല, അതങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനത്തെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അവിടെ ഒന്നും അമേരിക്ക വിജയിക്കാത്തതിന്റെ പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ഈജിപ്തും അടങ്ങുന്ന ചെങ്കടലിൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യവും അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇറാഖല്ല ഇറാൻ, ഇറാഖല്ല പാലസ്തീൻ. ഇറാഖിൽ തങ്ങൾ സഹകരിച്ച പോലെ ഈ കാര്യത്തിൽ സഹകരിക്കില്ല എന്നുള്ളൊരു നിലപാട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കണിശമായിരിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലൊക്കെ അല്ലെങ്കിൽ ജനകീയപരമായ രീതിയിൽ അഭിപ്രായ സർവേകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ അകത്ത് തന്നെ പല ഘട്ടങ്ങളിൽ ഭരണാധികാരികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിവര കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും എന്താണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആഭ്യന്തര വിഷയ കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയപ്പാട് പല അറബ് രാജ്യങ്ങൾക്കും യഥാർത്ഥത്തിലുണ്ട്. ആഭ്യന്തര വിഷയ കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും, പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മേഖല തൊട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലാണ് ഉണ്ടായത്. ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആദ്യഘട്ടത്തിലൊക്കെ ഈ വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായി. ഏകദേശം 200-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. പിന്നീട് ഷെയ്ഖ് ഹസീന അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് അഭയം തേടിയ കഥയാണ് പിന്നീട് വന്നത്. അപ്പൊ ആ രാജ്യത്തിൽ അത്രയും വലിയ സുരക്ഷാ സംവിധാനമുള്ള കൊട്ടാരത്തിൽ ജീവിക്കുന്ന വലിയ ഒരു ഭരണാധികാരിക്ക് രാജ്യത്തിന്റെ അകത്ത് നടന്ന ആഭ്യന്തര വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. പ്രക്ഷോഭം തുടങ്ങി ഏകദേശം 15 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിലെ ഭരണാധികാരി നാട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ഇവിടെ ലിബിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ കേണൽ ഗദ്ദാഫിക്കും സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് അമേരിക്ക പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും അമേരിക്ക പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലും പ്രക്ഷോഭകാരികൾക്ക് അമേരിക്ക പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഷെയ്ഖ് ഹസീന പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അവർ ആരോപണം ഉന്നയിച്ച അതാണ് അമേരിക്കയുടെ കൈകടത്തൽ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത്. ഈ ലിബിയയെ സംബന്ധിച്ചിടത്തോളം ലിബിയയിലെ കേണൽ ഗദ്ദാഫി ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അവിടുത്തെ ആളുകൾക്ക്, പ്രക്ഷോഭകാരികൾക്ക് ആയുധ സംവിധാനങ്ങൾ നൽകിയത് അമേരിക്കയാണ്. പ്രക്ഷോഭങ്ങളുണ്ടായി, സമരങ്ങളുണ്ടായി, പോരാട്ടങ്ങളുണ്ടായി. ഒടുവിൽ ഭരണാധികാരിയായിരിക്കുന്ന കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു. ഉടുവസ്ത്രങ്ങൾ അയച്ചിട്ട് വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ നടത്തും, പ്രതികളെ കണ്ടെത്തുമൊക്കെ അന്ന് അമേരിക്കയും അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും പറഞ്ഞിരുന്നു. പിന്നെ എന്തായിട്ടുണ്ട് എന്നുള്ള വിവരത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. അപ്പോൾ രാജ്യത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈജിപ്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ 40 വർഷത്തോളം 36 വർഷങ്ങാനുമാണ് അവിടുത്തെ പ്രസിഡന്റായിരുന്ന ഹുസ്നി മുബാറക്ക് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായ രീതിയിൽ ഭരണം നടത്തുന്നത്. അവിടെ അമേരിക്കയുമായിട്ട് വിഷയങ്ങളുണ്ടായി, പ്രക്ഷോഭങ്ങളും സമരങ്ങളുണ്ടായി. പ്രക്ഷോഭ സമരത്തെ ഒതുക്കാൻ വേണ്ടി അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അവിടുത്തെ പ്രസിഡന്റിന് സാധിക്കാതെ വന്ന സമയത്ത് പിന്നീട് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഹുസ്നി മുബാറക്കിനെ പിടികൂടി ഭരണസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അവിടെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കുന്ന ഹുസ്നി മുബാറക്ക് പിന്നീട് അഴിമതി കേസിൽ പ്രതിയായിട്ട് പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ മരണപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അതിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് ദുരൂഹതയും വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം, അതിനോടനുബന്ധിച്ച് മറ്റൊന്ന്, പലസ്തീന്റെ പ്രസിഡന്റ് യാസർ അറഫാത്ത് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രാൻസിലേക്ക് പോയത്. ഫ്രാൻസിൽ വെച്ച് പ്ലൂട്ടോണിയം അണ്ടർവെയറിൽ തിരികെ കയറ്റി കൊലപ്പെടുത്തി എന്നാണ് പിന്നീട് പാലസ്തീൻ അതോറിറ്റി ആരോപിച്ചത്. ആ ഘട്ടത്തിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയില്ല, അത് ഭാര്യയ്ക്ക് മാത്രമേ നൽകൂ എന്ന് പറഞ്ഞു. അത് പാലസ്തീൻ അതോറിറ്റിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ വെച്ച് പാലസ്തീന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന യാസർ അറഫാത്തിനെ ചികിത്സിച്ചത് ജൂത ഡോക്ടർമാരായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പൊ ഭരണാധികാരികളിലേക്ക് രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വ്യക്തി രാജ്യത്തിന്റെ ഭരണാധികാരികളെ അട്ടിമറിക്കാൻ വേണ്ടി രഹസ്യമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നതിൽ പല സാഹചര്യങ്ങളിലും അമേരിക്ക വിജയിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിയിരുന്ന രാജ്യങ്ങളിലും ഈ പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക പ്രയോഗിക്കുകയും വിജയിക്കുകയും ചെയ്താണ്. ഷാവേസിന്റെ മരണം നമുക്കറിയാവുന്നതാണ്. ഷാവേസ് ക്യാൻസറിന്റെ കുത്തിവെച്ചിട്ടാണ് ഷാവേസ് കൊല്ലപ്പെട്ടത്. അത് അമേരിക്കയുടെ ലിസ്റ്റിൽ, തമ്മാടി ലിസ്റ്റിലുള്ള രാജ്യമായിരുന്നു ഷാവേസിന്റെ രാജ്യം, വെനിസുല. അങ്ങനെ ആ വെനിസുലയുടെ ഭരണാധികാരിയായിരുന്നു ഷാവേസിനെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ പറയുന്നു. അത് ഏത് തരത്തിൽ, എവിടെ വെച്ച്, എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ ക്യാൻസറിന്റെ അതും കഠിനമായിരിക്കുന്ന ക്യാൻസർ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. ആ ക്യാൻസറിന്റെ അണുക്കൾ കുത്തിവെച്ചു. പ്രതിരോധം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഷാവേസ് മരണപ്പെട്ടത്. ഈ ക്യൂബയായിട്ട് ബന്ധപ്പെട്ട ഫിഡൽ കാസ്ട്രോന്റെ ഫിഡൽ കാസ്ട്രോ ആണ് ഭരണം നടത്തിയത്. ആ കാലത്താണ് അമേരിക്കയുടെ ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം അൽഖ്വയ്ദ സംഘടിപ്പിച്ചത്. അതോടുകൂടി വലിയ വിഷയങ്ങളായി. ആ തമ്മാടി ലിസ്റ്റിൽ ക്യൂബയുടെ പേരുണ്ടായിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ മാറ്റി പിന്നീട് സഹോദരൻ അങ്ങാനാണ് അധികാരത്തിൽ വന്നത്. ആ ഭരണാധികാരിയെ മാറ്റാൻ വേണ്ടി അമേരിക്കയിലും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ്. ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബ എന്ന് പറഞ്ഞ രാജ്യത്ത് അമേരിക്കയുടെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടേക്ക് വിമാനങ്ങൾ വരാനും പോകാനും വേണ്ടി അമേരിക്കയുടെ സഹായമൊന്നും, ഈ ക്യൂബയുടെ സഹായമൊന്നും അമേരിക്കയ്ക്ക് ആവശ്യമില്ല. കൊണ്ടനോമോ എന്ന് പറയുന്ന തടവറ ഈ ക്യൂബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്യൂബ എന്ന് പറയുന്നത് രാജ്യത്തിനകത്താണ്. എന്നാൽ ഈ പ്രദേശം എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈവശത്തിലാണ്. ഇങ്ങനെയാണ് അമേരിക്കയുടെ ഒരു ഈ ശത്രു വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് ഒരുക്കുന്ന കെണികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം, ആഭ്യന്തരമായ രീതിയിൽ ഏതെങ്കിലും രാജ്യത്തിനകത്ത് വിഷയകാര്യങ്ങൾ ഉണ്ടായാൽ വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ ആ ഭരണാധികാരികൾക്ക് സാധിക്കില്ല എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് ശത്രു പക്ഷത്ത് നിന്നുകൊണ്ട് നേർക്ക് നേരെ മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ട് ഇപ്പോഴും തങ്ങൾ ശത്രുവാണ്, തങ്ങൾ ഇനിയും നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഏക രാജ്യത്തിന്റെ പേര് ഇറാൻ മാത്രമാണ്. ഇറാൻ മുസ്ലിം രാജ്യം മാറ്റി നിർത്തിക്കാണ്ട് പിന്നെ രണ്ടാമത്തെ രാജ്യത്തിന്റെ പേര് കൊറിയ എന്നാണ്. ഈ കൊറിയൊക്കെ ആ ലിസ്റ്റിലുള്ളതാണ്, 10 രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. കൊറിയയിലും ഇവിടെ ഇറാനിലും ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും 8ഓളം രാജ്യത്തും അവർ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണാധികാരികളെ തൂക്കിലേറ്റിട്ടുണ്ട്, അല്ലെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അല്ലെ ഭരണസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. സുഡാനിൽ നടന്ന അതാണ് മുഹമ്മദ് ബഷീർ. അയാളെ ഭരണസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. നമ്മൾ 1-2 വീഡിയോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അമേരിക്ക ചെയ്യുന്നതാണ്. ഇപ്പൊ എന്താണ് ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്ത് വിഷയങ്ങൾ വരും. കാരണം ലോക മനസാക്ഷി മുഴുവനും ലോക ജനങ്ങൾ മുഴുവനും പാലസ്തീനോടൊപ്പമാണ്. ഇസ്രായേലോ അമേരിക്കയോ എന്ത് പറഞ്ഞാലും ലോകം അത് അംഗീകരിക്കുന്നില്ല. ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ഒരു സാധാരണക്കാരന് സാധിക്കില്ല എന്നതുകൊണ്ട് എന്നുള്ള സത്യമാണ്. മാനസികപരമായിരിക്കുന്ന എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വിഭാഗത്തിന്റെ എണ്ണം ഓരോരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്ന് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.